നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് മസ്കുലിൻ എനർജിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഫെമിനിൻ എനർജിയുടെ പ്രാധാന്യത്തെ പറ്റി, ആ ഒരു എനർജിയുടെ പവറിനെ പറ്റിയൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മസ്കുലിൻ എനർജിയെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യത്തെ ഒന്ന് തിരുത്തേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, പലരും ഇതിനെ ഒരു ജെൻഡർ നോക്കിയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അതായത് നിങ്ങൾ കാണുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അത് ഫെമിനിൻ എനർജിയാണെന്നും പുരുഷനാണെങ്കിൽ അത് മാസ്കുലിൻ എനർജിയാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. അത് നമ്മൾ കാണുന്ന എല്ലാത്തിലും മസ്കുലിൻ ഫെമിനിൻ എനർജി ഉണ്ട്. അത് ഇൻബാലൻസ്ഡ് ആകുമ്പോഴാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പ്രപഞ്ചം നിലനിൽക്കുന്നത് മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ഒരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണതയുള്ളൂ. ഈ പൂർണ്ണത എല്ലാത്തിലും പ്രകടമാകുന്നുമുണ്ട്. അതായത് ഫെമിനിൻ എനർജിയെ പ്രകൃതിയായും മസ്കുലിൻ എനർജിയെ പുരുഷൻ അഥവാ കാലമായും കണക്കാക്കുന്നു. നമ്മൾ ഓരോ കാര്യത്തിനും, നിങ്ങൾക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാത്തിലും ഈ ഒരു സ്ത്രീ പുരുഷ സംഗമം അല്ലെങ്കിൽ മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ഒരു കോമ്പിനേഷനുണ്ട്. എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓരോ വ്യക്തികളിലും, നമ്മൾ സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, നാം ഓരോരുത്തരിലും കുടികൊള്ളുന്ന എനർജിയാണ് മസ്കുലിൻ ഫെമിനിൻ എനർജി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഫെമിനിൻ എനർജി കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക, മസ്കുലിൻ എനർജി കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക എന്ന്. ശരിയാണ്. പക്ഷേ ഇത് ഓവറാവാൻ പാടില്ല. അതായത് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് എനർജിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രങ്ങളിലുമെല്ലാം ഈ ഒരു എനർജി നിലനിൽക്കുന്നുണ്ട്. അതായത് മസ്കുലിനും ഫെമിനിനുമായിട്ടുള്ള എനർജി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മാസ്കുലിൻ എനർജിയുടെ പ്രാധാന്യത്തെ പറ്റി ഇനി പറഞ്ഞു തരാം. നമ്മളിൽ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ മാസ്കുലിൻ എനർജി വേണം. അതായത് നമുക്ക് ഏത് തരത്തിലുള്ള ചാലഞ്ചും ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ മാസ്കുലിൻ എനർജി ഉണ്ടാവണം. അത് ഏത് തലത്തിലും ആവാം. നമ്മുടെ ജോലി സംബന്ധിച്ചാവാം, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാവാം, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട്. അതിൽ ചില ആളുകൾക്ക് എന്ത് കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവരിൽ മാസ്കുലിൻ എനർജി അത്രയും കുറവായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമുക്ക് ഏത് കാര്യവും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ചലഞ്ചിനെയും ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മസ്കുലിൻ എനർജി ആവശ്യമാണ്. അതുപോലെ നമുക്കൊരു ലക്ഷ്യം അത് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ഗോൾ അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മസ്കുലിൻ എനർജി ആവശ്യമാണ്. അതായത് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മുടെ മൈൻഡിനെ ഡിവിയേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആക്ഷനിൽ നിന്നും നമ്മൾ ഡിവിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമുക്ക് സ്റ്റേബിളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ മസ്കുലിൻ എനർജി ആവശ്യമാണ്. മറ്റൊരു കാര്യമാണ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആത്മവിശ്വാസം വേണം. ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്
മാസ്കുലിൻ എനർജിയുടെ വേർഷനാണ്. അല്ലെങ്കിൽ മസ്കുലിൻ എനർജി ഉണ്ടെങ്കിലാണ് നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഏത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അവിടെ ആത്മവിശ്വാസം വേണം. നമുക്കൊരാളുടെ മുമ്പിൽ പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളൊരു ജോലി കൃത്യമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ആത്മവിശ്വാസം വേണം, അല്ലേ? ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ചില ആളുകൾ പറയും, എനിക്കത് ചെയ്യാൻ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പോയിട്ട് 2 കാര്യം സംസാരിക്കാൻ പേടിയാണ്, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള മാസ്കുലിൻ എനർജിയുടെ കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടതായിരിക്കും തീരുമാനം, നമ്മളായിരിക്കും അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് തീരുമാനം എടുക്കേണ്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തി ചിലപ്പോൾ നമ്മളായിരിക്കാം. നമ്മളാണ് അതിൻ്റെ യെസ് ഓർ നോ പറയേണ്ടത്. പക്ഷേ ആ തീരുമാനം എടുക്കാൻ നമ്മളൊരു 10 പേരോടെങ്കിലും ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ. എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ പോകണം എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മളിൽ മസ്കുലിൻ എനർജി ലോ ആയതുകൊണ്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ മസ്കുലിൻ എനർജി അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാനും അതിന് നേതൃത്വം വഹിക്കാനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് മാസ്കുലിൻ എനർജി വേണം. അതായത് ഏത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ എന്തോ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം. അതായത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വേണം, നമ്മുടെ മൈൻഡ്ഫുൾനെസ് വേണം, അതിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റണം, നമ്മളെ നമുക്ക് നയിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിലേക്കുള്ള ആക്ഷൻസ്, നമ്മുടെ ഒരു ആഗ്രഹമാണ് കാറ് വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നുള്ളത്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല, അല്ലേ? അപ്പം നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കത് വാങ്ങണം, നമുക്കൊരു വീട് വെക്കണം എന്നുള്ളത്. സോ ആ ആഗ്രഹത്തിന് വേണ്ടുന്ന ഫോക്കസ്, അതായത് അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ വേണം. ആ ഐഡിയക്കനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് കൊടുക്കാനും കൂടെ നമുക്ക് പറ്റണം. അതായത് ആദ്യം വീട് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭൂമി വേണം, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, അതിലേക്ക് നമ്മളെ നയിക്കാനുള്ള നമ്മുടെ ഇന്നർ എനർജി ഉണ്ട്, നമ്മളെ ഏത് കാര്യത്തിലേക്കും നയിക്കാനുള്ള ഒരു എനർജി, ഇത് നമ്മുടെ മാസ്കുലിൻ എനർജിയാണ്. സോ ഈ ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളെ നയിക്കാനും അത് ഫുൾഫിൽ ചെയ്യാനുള്ള ആക്ഷൻസും അതിനാവശ്യമായ ഫോക്കസൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ലോജിക്കലിയാണ് മാസ്കുലിൻ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുക. നമ്മൾ ഇമോഷണലി തീരുമാനങ്ങൾ എടുത്താൽ പ്രശ്നമാണ്. ഇമോഷണലി തീരുമാനങ്ങൾ എടുക്കുക, നമ്മൾ ഫെമിനൈൻ എനർജി കൂടുതലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇമോഷണലി എടുക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പലരും, ഒട്ടുമിക്ക ആളുകളും ഇമോഷണലി ഭയങ്കര വീക്കാണ്, പുരുഷനായാലും സ്ത്രീ ആയാലും. എന്നാലും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കുറച്ചുകൂടി വീക്കാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, റോങ് ആയൊരു തീരുമാനമാണ് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇമോഷണലിയാണ്. ഞാൻ പോയാൽ അവൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ ആ ആൾക്ക് ഹേർട്ട് ചെയ്യില്ലേ. ആ ഇമോഷൻസിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ മാസ്കുലിൻ എനർജി നല്ല രീതിയിൽ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ബാലൻസ്ഡ് ആണെങ്കിൽ, ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുകയും, അതേപോലെ ലോജിക്കലി നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ നയിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മാസ്കുലിൻ എനർജിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക,
നമ്മളൊരു മെയിൽ ബോഡി ആണെങ്കിലും ഫീമെയിൽ ബോഡി ആണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ? തീർച്ചയായും വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഏതൊരു കാര്യം കോൺഫിഡൻസോടു കൂടി ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിലേക്ക് മൈൻഡ്ഫുൾനെസ്സും ഫോക്കസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഒരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അവിടെ മാസ്കുലിൻ എനർജി ആവശ്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജിയെയും മസ്കുലിൻ എനർജിയെയും ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എപ്പോഴും ഒരു ഹാർമണിയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതിൽ തന്നെ മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ തന്നെ ഒരു എന്താ പറയുക, സംയോജനത്തിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. മസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസിങ് മെഡിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് യോഗ, ചക്രാധ്യാനങ്ങൾ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി റേക്കി പ്രാക്ടീസ് ചെയ്യാൻ അറിയുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയറിൽ നമ്മൾ റേക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മസ്കുലിൻ ഫെമിനിൻ എനർജി നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മസ്കുലിൻ എനർജി നമ്മുടെ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡിലും ഫെമിനിൻ എനർജി നമ്മുടെ ലെഫ്റ്റ് സൈഡിലുമാണുള്ളത്. പക്ഷേ നമ്മുടെ റൈറ്റ് സൈഡിനെ നയിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിനും നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ നയിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡ് ബ്രെയിനുമാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഹീലിംഗ് കൊടുക്കുക. ഹീലിംഗ് കൊടുക്കുമ്പോൾ നമ്മുടെ എനർജി നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. താങ്ക് യു.